ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പോൾ RRB എക്സാംസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോട്ട്സ് തന്നുകൊണ്ടിരിക്കുന്നതിൽ ഇന്ന് സ്റ്റാറ്റിക് GKയിലെ സ്റ്റേറ്റ്സിൽ അടുത്ത 2 സ്റ്റേറ്റ്സ് ആണ് നോക്കുന്നത്, മിസോറാം ആൻഡ് നാഗാലാൻഡ്. ഓൾറെഡി നമ്മൾ കുറേയധികം സ്റ്റേറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിത് RRB SSC എക്സാംസിന്, സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് ഫ്രീ ആയിട്ട് കോച്ചിങ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചാനലാണ്. ഒരു രീതിയിലുള്ള പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ എല്ലാ ക്ലാസ്സുകളും വീഡിയോസ് ആയിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തേത് മിസോറാമാണ്. ഓക്കെ, അപ്പം മിസോറാമിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. മിസോറാമിൻ്റെ ക്യാപിറ്റൽ, ഞാൻ പറയുന്ന വേർഡ്സ് പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ തന്നെ ആണോ എന്ന് എനിക്ക് അറിയില്ല. എനിക്ക് അറിയാവുന്നത് പോലെ പറയാം. എന്തെങ്കിലും തെറ്റ് ഞാൻ പറയുന്നതിലുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പം ക്യാപിറ്റൽ, മിസോറാമിൻ്റെ ക്യാപിറ്റൽ ഐസാവ് എന്നാണ് തോന്നുന്നു. ഓക്കെ, ക്യാപിറ്റൽ ഐസാവ്. ഫോം ചെയ്തത്, മിസോറാം സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് 1987 ഫെബ്രുവരി 20 അതൊരു സംസ്ഥാനം, സ്റ്റേറ്റ് ആയിട്ട് രൂപപ്പെട്ടത്. അതിനു മുന്നേ മിസോറാം എന്തായിരുന്നു? UT ആയിരുന്നു, യൂണിയൻ ടെറിട്ടറി ആയിരുന്നു മിസോറാം. ഓക്കെ, അപ്പോൾ ഒരു സംസ്ഥാനമായിട്ട് അത് രൂപീകരിക്കപ്പെട്ടത് 1987 ഫെബ്രുവരി 20 ഇനി ടോട്ടൽ ഏരിയ, മിസോറാമിന്റെ ടോട്ടൽ ഏരിയ എത്രയാണ്? 21,081 സ്ക്വയർ കിലോമീറ്റർ, 21,081 സ്ക്വയർ കിലോമീറ്റർ ആണ് മിസോറാം സ്റ്റേറ്റ് ഉള്ളത്. 11 ജില്ലകളാണ് മിസോറാമിലുള്ളത്. ലാർജസ്റ്റ് സിറ്റി, ക്യാപിറ്റൽ സിറ്റി ഐസാവ് തന്നെയാണ്. മിസോറാമിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ്, 2 ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട്, മിസോ ആൻഡ് ഇംഗ്ലീഷ്. ഓക്കെ, മിസോ ആൻഡ് ഇംഗ്ലീഷ് എന്താണ്? മിസോറാമിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. അവിടുത്തെ പോപ്പുലേഷൻ 12,52,000 ആണ് അപ്രോക്സിമേറ്റ്ലി. സെക്സ് റേഷ്യോ 976 മെയിൽസ് ഫോർ 1000 ഫീമെയിൽസ് ആണ്. ലിറ്ററസി റേറ്റ് 91.58% ആണ്. ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ലാൽദുഹോമ. ഇപ്പോഴത്തെ മിസോറാം ചീഫ് മിനിസ്റ്റർ ലാൽദുഹോമ ആണ്. ഗവർണർ ആരാണ്? കമ്പംപട്ടി ഹരിബാബു. ഓക്കെ, ഇപ്പോഴത്തെ മിസോറാം ഗവർണർ കമ്പംപട്ടി ഹരിബാബു. ഓക്കെ, അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, മിസോറാമിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഇൻഫർമേഷൻസിലേക്ക് പോവാം. മിസോറാം സ്റ്റേറ്റ് അനിമൽ ഹിമാലയൻ സെറോ ആണ്. മിസോറാമിന്റെ സ്റ്റേറ്റ് അനിമൽ എന്താണ്? ഹിമാലയൻ സെറോ. ബേർഡ് ആണെങ്കിൽ ഒരു വെറൈറ്റി നെയിം ആണ് അല്ലെ, മിസിസ് ഹ്യൂംസ് ഫെസന്റ്. മിസോറാമിന്റെ സ്റ്റേറ്റ് ബേർഡിന്റെ പേരാണ് മിസിസ് ഹ്യൂംസ് ഫെസന്റ്. ഇനി സ്റ്റേറ്റ് ഫ്ലവർ ആണെങ്കിൽ റെഡ് വാൻഡ ഓർക്കിഡ്. ഓക്കെ, റെഡ് വാൻഡ ഓർക്കിഡ് ആണ് മിസോറാമിന്റെ സ്റ്റേറ്റ് ഫ്ലവർ. സ്റ്റേറ്റ് ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ട് ആണ്. സ്റ്റേറ്റ് ട്രീ അയൺവുഡ് ട്രീ ആണ്. സ്റ്റേറ്റ് ഫിഷ് എന്താണ്? ബർമീസ് കിങ് ഫിഷ് ആണ്. മിസോറാമിന്റെ സ്റ്റേറ്റ് ഫിഷ് എന്താണ്? ബർമീസ് കിങ് ഫിഷ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോവാം. മിസോറാമിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവേഴ്സ്, ഇതൊക്കെ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണമെന്ന് സത്യമായിട്ടും എനിക്ക് അറിയില്ല. എനിക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരാം. ഓക്കെ, ലവ്, എങ്ങനെയാ ഇത് പറയാ? ലോങ്. ഓക്കെ, ടിയാവ്, ട്യൂറി, കൗട്ട്ലാൻഡ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് 4 റിവേഴ്സിനെ കുറിച്ച് മാത്രമേ നമ്മൾ ഇവിടെ പറയുന്നുള്ളൂ. ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് റിവേഴ്സ് എവിടെയുണ്ട്? മിസോറാമിൽ ഉണ്ട്. ഓക്കെ, അടുത്തത് മിസോറാമിന്റെ നാഷണൽ പാർക്സ്. ഓക്കെ, മിസോറാമിൽ 4 നാഷണൽ പാർക്കുകളും ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് ഉള്ളത്. അപ്പം മർലൻ നാഷണൽ പാർക്ക്, ഫാങ്പൂയ് നാഷണൽ പാർക്ക്, ഡംബ നാഷണൽ പാർക്ക്, ജെൻപൂയ് നാഷണൽ പാർക്ക്, കാംഗ്ലങ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇത്രയുമാണ് എവിടെയുള്ളത്? മിസോറാമിൽ ഉള്ളത്. ഓക്കെ, ഇനി മിസോറാമിന്റെ ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ആരായിരുന്നു? സി ചുങ്ക ആയിരുന്നു മിസോറാമിന്റെ ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ. ആദ്യത്തെ ജനറൽ ഇലക്ഷൻ നടന്നത് 1972 മേജർ ഫെസ്റ്റിവൽസ് ഏതൊക്കെയാണ്? ചപ്ചാർ കുത്ത് ആൻഡ്
പൗൽകുത്ത്. ഓക്കെ, ചപ്ചാർ കുത്ത് ആൻഡ് പൗൽകുത്ത് ആണ് മിസോറാമിലെ മേജർ ഫെസ്റ്റിവൽസ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി മിസോറാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കി, സ്റ്റേറ്റ് ഒഫീഷ്യൽ ആനിമൽ ബേർഡ് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കി, റിവേഴ്സ് നോക്കി, നാഷണൽ പാർക്ക് നോക്കി, ചീഫ് മിനിസ്റ്റർ, ജനറൽ ഇലക്ഷൻ, മേജർ ഫെസ്റ്റിവൽ നോക്കി. ഇനി നാഗാലാൻഡ്. നാഗാലാൻഡ് ആണ് അടുത്തത്. നാഗാലാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാഗാലാൻഡിന്റെ ക്യാപിറ്റൽ സിറ്റി ഏതാണ്? കോഹിമ ആണ് നാഗാലാൻഡിന്റെ ക്യാപിറ്റൽ സിറ്റി. നാഗാലാൻഡ് ഫോം ചെയ്തത് 1963 ഡിസംബർ 1 നാഗാലാൻഡ് സ്റ്റേറ്റ് രൂപീകരിക്കപ്പെട്ടത് 1963 ഡിസംബർ 1 നാഗാലാൻഡിന്റെ ടോട്ടൽ ഏരിയ എത്രയാണ്? 16,579 സ്ക്വയർ കിലോമീറ്റർ ആണ് നാഗാലാൻഡ് സ്റ്റേറ്റിന്റെ ടോട്ടൽ ഏരിയ. നാഗാലാൻഡിൽ എത്ര ഡിസ്ട്രിക്ട്സ് ആണുള്ളത്? 16 ജില്ലകളാണ് നാഗാലാൻഡിൽ ഉള്ളത്. ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. ടോട്ടൽ പോപ്പുലേഷൻ 19,78,502 19,78,522 ആണ് 2011 സെൻസസ് പ്രകാരം നാഗാലാൻഡിലുള്ള പോപ്പുലേഷൻ. ഇനി അവിടുത്തെ സെക്സ് റേഷ്യോ എന്താണ്? 931 മെയിൽസ് ഫോർ 1000 ഫീമെയിൽസ്. നാഗാലാൻഡിന്റെ ലിറ്ററസി റേറ്റ് 79.55% ആണ്. ലാർജസ്റ്റ് സിറ്റി ദീമാപൂർ ആണ്. ഓക്കെ, ഇനി ചീഫ് മിനിസ്റ്റർ. നാഗാലാൻഡിന്റെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആരാണ്? നെയ്ഫ്യൂ റിയോ. ഓക്കെ, നെയ്ഫ്യൂ റിയോ ആണ് നാഗാലാൻഡിന്റെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ. ഗവർണർ ലാ ഗണേശൻ. ഓക്കെ, നാഗാലാൻഡിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ലാ ഗണേശൻ. അപ്പൊ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നാഗാലാൻഡിനെ കുറിച്ചുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നോക്കിയത്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. നാഗാലാൻഡിന്റെ സ്റ്റേറ്റ് ഒഫീഷ്യൽ അനിമൽ മിഥുൻ ആണ്. ഓക്കെ, ഇനി സ്റ്റേറ്റ് ഒഫീഷ്യൽ ബേർഡ് ഏതാണ്? ബ്ലിത്സ് ട്രഗോപൻ. ഓക്കെ, നാഗാലാൻഡിന്റെ സ്റ്റേറ്റ് ഒഫീഷ്യൽ ബേർഡ് ബ്ലിത്സ് ട്രഗോപൻ. ഒഫീഷ്യൽ ഫ്ലവർ റോഡോഡെൻഡ്രൺ. ഓക്കെ, നാഗാലാൻഡിന്റെ ഒഫീഷ്യൽ ഫ്ലവർ ഏതാണ്? റോഡോഡെൻഡ്രോൺ. ഫ്രൂട്ട് പൈനാപ്പിൾ ആണ്. ട്രീ ആൾഡർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളും ക്ലിയർ ആയില്ലേ? ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏതെങ്കിലും സ്റ്റേറ്റിന്റെ എന്തെങ്കിലും ഒഫീഷ്യൽ ആയിട്ടുള്ള ബേർഡ്, അനിമൽ, ട്രീ, ഫ്രൂട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇനി നാഗാലാൻഡിലെ മേജർ റിവേഴ്സ് ടിസു, ദൊയാങ്, ദിഗു, ധാൻസിരി, ബറാക്ക്. ഓക്കെ, ഈ 5 റിവേഴ്സ് ആണ് നാഗാലാൻഡിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ടിസു, ദൊയാങ്, ദിഗു, ധാൻസിരി, ബറാക്ക്. ഓക്കെ, അടുത്തത് നാഗാലാൻഡിൽ 3 നാഷണൽ പാർക്കുകളാണ് ഉള്ളത്. ഇൻടാൻകി നാഷണൽ പാർക്ക്, സിംഗ്ഫാൻ നാഷണൽ പാർക്ക്, കെയ്ബുൾ നാഷണൽ പാർക്ക്. ഇൻടാൻകി നാഷണൽ പാർക്ക്, സിംഗ്ഫാൻ നാഷണൽ പാർക്ക്, കെയ്ബുൾ നാഷണൽ പാർക്ക്. ഇനി ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ഷിലു എവോ ആണ് നാഗാലാൻഡിന്റെ ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ. ആദ്യത്തെ ജനറൽ ഇലക്ഷൻ നടന്നത് 1964 ദെൻ അവിടുത്തെ ബിഗ്ഗസ്റ്റ് ആൻഡ് മോസ്റ്റ് പോപ്പുലർ ഫെസ്റ്റിവൽ ഏതാണ്? ഹോൺബിൽ ഫെസ്റ്റിവൽ, അയോലെങ്, മോഅട്സു. ഈ 3 എണ്ണമാണ് നാഗാലാൻഡിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഫെസ്റ്റിവൽസ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് നോക്കിയത്? നാഗാലാൻഡിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നിന്ന് നോക്കിയിട്ടുണ്ട്. അതിനുശേഷം എന്ത് നോക്കി? നാഗാലാൻഡിന്റെ സ്റ്റേറ്റ് ഒഫീഷ്യൽ അനിമൽ, ബേർഡ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ നോക്കി. റിവേഴ്സ് നോക്കി, നാഷണൽ പാർക്ക് നോക്കി, ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ, ജനറൽ ഇലക്ഷൻ, ഫെസ്റ്റിവൽസ്. അത്രയും കാര്യങ്ങളും കൂടെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഏത് സ്റ്റേറ്റ്സ് കൂടെ കംപ്ലീറ്റ് ചെയ്തു? മിസോറാം ആൻഡ് നാഗാലാൻഡ് കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എവിടെ എത്തിയിട്ടുണ്ട്? ഒരു 18 സ്റ്റേറ്റ്സിനെ കുറിച്ച് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 11 സ്റ്റേറ്റ്സും അതുപോലെ തന്നെ നമുക്ക് 8 യൂണിയൻ ടെറിട്ടറീസും കൂടെയാണ് ഇനിയുള്ളത്. ഓക്കെ, 8 യൂണിയൻ ടെറിട്ടറിയും ഇനി ഒരു 11 എന്താണുള്ളത്? സ്റ്റേറ്റ്സും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റിക് ജികെയിലെ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസിന്റെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 10 ഡേയ്സിനകത്ത് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ ഡെയിലി 2 എണ്ണം വെച്ചിട്ടാണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 10 ഡേയ്സിൽ നമ്മൾ 9 to 10 ഡേയ്സിൽ നമ്മളിത്
കംപ്ലീറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും നമ്മൾ ചെയ്യുന്ന വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാനുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതൊന്ന് കമന്റ് സെക്ഷനിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അതെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഇനിയുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ പോലെ ഈ വീഡിയോസ് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നവർക്ക് ഇതൊന്ന് ഷെയർ കൂടെ ചെയ്തു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.